ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഓണം പ്രമാണിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിൽ ഊഞ്ഞാല് കെട്ടാൻ പോവാണ് കേട്ടോ. നമ്മുടെ സ്കൂളൊക്കെ അടച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഊഞ്ഞാല് കെട്ടാൻ പോവാണ്. അതിനുള്ള കയറാണ് നേരത്തെ കാണിച്ചത്. എല്ലാ വർഷവും കെട്ടിയിട്ട് ബാക്കി വെച്ചിരിക്കുന്ന കയറാണ് കേട്ടോ. അങ്ങനെ എല്ലാ വർഷവും അപ്പാപ്പയാണ് നമുക്ക് കെട്ടിത്തരാറുള്ള. ഇപ്രാവശ്യം അപ്പാപ്പയാണ് കേട്ടോ കെട്ടിത്തരാൻ. അങ്ങനെ അപ്പം അങ്ങനെ കയറൊക്കെ ഈ മരത്തിലിടുകയാണ്. നമ്മളെ പുരയിലുള്ള ഒരു മരമാണ്, ചരിഞ്ഞ മരം. അപ്പൊ ആ മരത്തിലാണ് നമ്മൾ കെട്ടുന്നത്. എല്ലാ വർഷവും നമ്മൾ കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ച് വലിച്ച് ഊഞ്ഞാല് കെട്ടാൻ പോവുകയാണ്. നിങ്ങളെ വീട്ടില് ഊഞ്ഞാലൊക്കെ ഓണം വരുമ്പോ കെട്ടുമെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ കയറിട്ടിട്ട് പല എടുക്കാൻ പോണ സമയം ഞാനും എന്റെ ചേച്ചിയും കൂടെ അവിടെ കയറി പിടിച്ച് തൊന്നലായി കളിക്കാണ് കേട്ടോ. ഇങ്ങനെ കയറി പിടിച്ച് ഇങ്ങോട്ടും ഇങ്ങനെ കുരങ്ങനെ പോയി ഇങ്ങനെ ആടി കളിക്കാണ്. നല്ല രസം ഉണ്ടായിരുന്നു. ദിനേശ് അപ്പാപ്പ ഊഞ്ഞാല് കെട്ടി തീർന്നു. അങ്ങനെ ആദ്യം തന്നെ ഊഞ്ഞാല് കെട്ടിയിട്ട് ഞാനായിരുന്നു ആടിയത്. ഞാൻ തന്നെയാണ് ആടിയിരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു. കൂടെ എൻ്റെ അനിയനും വന്ന് കുറച്ച് തള്ളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വീട്ടിൽ തന്നെ കുറെ പെറ്റ്സിനെയും ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു ബേഡിനെ എൻ്റെ തോളത്തെടുത്ത് വെച്ചെന്നും ഈ ബേഡിന്റെ പേരാണ് ലവ് ബേഡ്സ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആ ലവ് ബേഡ് എൻ്റെ കയറ്റി വന്ന് ഇരുന്നിട്ട് എൻ്റെ മാലേനെ കൊത്തേണ് കേട്ടോ. എൻ്റെ മാല ഇഷ്ടപ്പെടുന്നത് മാലേനെ മുടീനെ ബണ്ണിനൊക്കെ എടുത്ത് ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് കേട്ടോ. പെറ്റ്സിനെയും ഡോഗ്സിനെയും ഇങ്ങനെ ബേഡ്സിനെയും എല്ലാത്തിനെയും വീട്ടിൽ വളർത്തുന്നതാണ് കേട്ടോ ഈ ചേട്ടൻ. അത് നമ്മൾ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന് അമ്മ കുറെ തൊട്ട് കേട്ടോ. കൈ വയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കടിക്കൊന്നും ചെയ്യൂല, ചിലപ്പോൾ കൊത്തേ ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മളെ വീട്ടിൽ നമ്മൾ തിരിച്ചു വന്നു. നമ്മളെ വീട്ടിൽ ഇറങ്ങി വരുന്ന വഴിയിലുണ്ട് ഒരു വീട്ടിലെ ഒരു പട്ടിയാണ് കേട്ടോ. ഇവ അങ്ങനെ ഒരുപാടൊന്നും വെളി ഇറങ്ങത്തില്ല. വീട്ടിങ്ങനെ കിടപ്പാണ്. നമുക്ക് മുഖം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മുടി കാരണം ക്യൂട്ടാണ് അവനെ കാണാൻ. അതിനുശേഷം നമ്മൾ നേരെ എൻ്റെ അമ്മാമ്മ വീട്ടിലാണ് പോയിരുന്നത്. ഓണം പ്രമാണിച്ച് അവളുടെ ചേച്ചി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ അനിയനും ചേച്ചിയും കൂടെ അവിടെ കിടന്നിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തിനേയും കളിക്കുമ്പോൾ അവനും വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല ഉറക്കം വന്നു ഉച്ചയ്ക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നുവെച്ചാൽ ചേച്ചി അവനും കൂടെ ആയിരുന്നു നല്ല കളി. ഞാൻ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പൊ എൻ്റെ അനിയൻ നമ്മൾ ചെയ്യുന്നത് അവനും കൂടെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അപ്പൊ എൻ്റെ ചേച്ചി കിടന്നപ്പോ അവനും കൂടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കിടക്കുമ്പോൾ അപ്പം വന്ന് എൻ്റെ അടുത്ത് കിടക്കും കേട്ടോ. അതിനുശേഷം ഉച്ച ആയപ്പോ എൻ്റെ അമ്മയും അനിയനും ചേച്ചിയും കൂടെ അവിടെ കിടന്ന് ബെഡിൽ കളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവര് കളിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അമ്മയും ചേച്ചിയും കളിക്കുന്ന കഷ്ടയാണ് എൻ്റെ അനിയനെ കാണിച്ചോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കളിച്ച്, പക്ഷെ എൻ്റെ അനിയൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഉറങ്ങി എണീച്ച് ഫ്രഷ് ഒക്കെ ആയി. അപ്പൊ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞ് സ്പെഷ്യലായിട്ട് നമുക്ക് കപ്പ പുഴുങ്ങിയും പിന്നെ ചിക്കൻ കറി വെച്ച് തരാന്ന് കേട്ടോ. നമ്മളെ ഇവിടെ ഈ കപ്പയെന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ മരിച്ചെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. കപ്പയെന്ന് ചിലർ പറയാം. ഇങ്ങനെ നന്നായി നമ്മൾ മരിച്ചിന് കുറെ പ്രാവശ്യം ചെറിയതായി പീസാക്കി അരിഞ്ഞ് കഴുകിയെടുത്തു. നന്നായിട്ട് നല്ല വേവുള്ള മരിച്ചിനെയാണെങ്കിൽ നമ്മള് പാത്രം അടുപ്പിൽ വെച്ച് അത് ഇട്ട് വെള്ളം ഒഴിക്കണതാണ് നല്ലത്. നല്ല വേവില്ലാത്ത പെട്ടെന്ന് മരിച്ചിനാണെങ്കിൽ നമ്മൾ പാത്രം വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് ചൂടായതിന് ശേഷം മരിച്ചിനിട്ട് 2 തിളപ്പ് തിളയ്ക്കുമ്പോൾ അതും നമുക്ക് എടുത്ത് ഊറ്റി മാറ്റി വെക്കാം വെള്ളം. അതിനുശേഷം സിമ്മിലിട്ട് അത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. മരിച്ചിനി ഊറ്റിയ ചൂട് വെള്ളം ആരും സിങ്കിലൊന്നും ഒഴിച്ച് കളയരുത്. സിങ്ക് ഒഴിച്ചാൽ സിങ്ക് പൊട്ടിപ്പോകും കേട്ടോ. വേറെ എവിടെയെങ്കിലും വേണം ഒഴിക്കാൻ. അത് മാറ്റി വെച്ച് ഇവിടെ ചിക്കൻ കറി ഇവിടെ അടുത്ത അടുപ്പിലിരുന്ന് ചൂടാവുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചിക്കൻ കറീൻ്റെ. അതിനുശേഷം എല്ലാം റെഡിയായി. ഞാനും എൻ്റെ ചേച്ചിയും അവിടെ ഇരുന്ന് കപ്പയും ചിക്കൻ കറിയും പിന്നെന്താ
ചമ്മന്തി ഒക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഒരു കുഞ്ഞു വീട് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.